ഇതാ ജോസുവാൻ കൊണ്ടുവന്ന ഫോണ്. നീ ഇതിന്റെ ഓപ്പറേഷനൊക്കെ ഒന്ന് പഠിപ്പിച്ചെന്ന്. ഇത് കൊള്ളാമല്ലോ, ഒരു കുടുംബം കലക്കാനുള്ള വകയൊക്കെ ഇതിനകത്തുണ്ട്. ഇതിന് വീഡിയോ കോളും വാട്സപ്പും പിന്നെ മറ്റേതും എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി തന്നേ. ഹലോ, ഞാൻ രാവിലെ ഈ കുപ്പായൊക്കെ വലിച്ചു കയറ്റി ഇതിന് ഇറങ്ങുന്നതേ ശരീരം നന്നാക്കാനല്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് ഒരു ദിവസത്തേക്ക് വാപ്പി നിർത്താൻ വേണ്ടിയിട്ടാ. കേട്ടോ, കുറച്ച് ടൈം എടുക്കും. അതിനൊക്കെ തയ്യാറാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇപ്പം നീ പറയുന്ന കേട്ടല്ലേ പറ്റൂ? അതേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. വാ, രാവിലെ വിളിച്ചോ. കൃത്യം 5:30 ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നു. ഇന്നലെ രാത്രി അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. കാമുകിമാർ ഉറങ്ങാറില്ല. അതെ, ഇന്നലെ മുതൽ മൊത്തത്തിലൊരു കള്ളത്തരം ചെയ്യുന്ന പോലെ ഒരു തോന്നൽ. അതാണ്, ഒരാൾ പ്രേമിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്കുള്ളിൽ ഒരു കള്ളൻ ജനിക്കുന്നു. എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് കണ്ടുപിടിക്കാതെ കൊണ്ടു നടക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്. അതെ അതെ, ആ ഫോണിന്റെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എന്തിന്? ജൂലിയുടെ കുറച്ച് കവിതകൾ വായിക്കണം. ഇതിനിടയ്ക്ക് കവിതയൊക്കെ വായിച്ചു തുടങ്ങി? അതിനൊന്നും ടൈമില്ല. നിനക്ക് അവളുടെ ഫോട്ടോ കാണണമെങ്കിൽ മതി. ഐഡി പറ. ജൂലി അഗസ്റ്റിൻ കറുകപ്പള്ളി. ജൂലി അഗസ്റ്റിൻ കറുകപ്പള്ളി. കറുകപ്പള്ളി പള്ളി പോയതാ. അച്ഛാ, ഇതാ ഇത് 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ പോലെയല്ലോ. ഇല്ലെങ്കിൽ ഞാൻ കൈ കൊടുക്കില്ലല്ലോ. നിന്റെ പോലുള്ള ചീള് കേസല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ ഒരുത്തേയും വിളിക്കുന്നില്ല. അതെന്താ? ഈ 1000 കണ്ടുള്ള മൂട് പോയി. നീ ആ കവിത വായിക്കും. നിങ്ങൾ ഇന്നലെ രാത്രി എത്ര മണിക്ക് സംസാരിച്ച് നിർത്തിയത്? 12:05. അതും അതിലുണ്ടാ? അത് ഇതിലില്ല. 12:06 അവൾ ഔദ്യോഗികമായി ഒരാളുമായി പ്രേമത്തിലായി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് നോക്ക്. താഴെ 2 വരിയുണ്ട്. സ്നേഹം ചോദ്യങ്ങളല്ല, ഉത്തരങ്ങളാണ്. ചോദിക്കാതെ എത്തേണ്ട ഉത്തരങ്ങൾ ആണോ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ജൂലി സംസാരിക്ക്. കറുകപ്പള്ളി അച്ചായോ, നമുക്കൊന്നും കിട്ടൂലല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കവിത വായിച്ചു. ഞാൻ വെറുതെ. ജൂലിയുടെ ഉള്ളിൽ ഒരു വലിയ എഴുത്തുകാരിയുണ്ട്. ഒഴിഞ്ഞ പുറങ്ങളിൽ എഴുതി മുന്നേറൂ. താങ്ക് യു സോ മച്ച് സർ. സാറിനെ പോലുള്ളവരുടെ ഈ പ്രോത്സാഹനമാണ് എനിക്ക് വേണ്ടത്. ഇപ്പം സാർ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് റൂമ് തന്നേനെ. അയ്യോ, അഗസ്റ്റിൻ രാത്രി വിളിച്ചു. ടിക്കറ്റ്സ് ഒക്കെയാണ്. രാവിലെ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നാ പറഞ്ഞു. ഇങ്ങോട്ട് വൈകിട്ടേ എത്തൂ. എനിക്കിന്ന് സാറിനെ കാണണം. അയ്യോ, രാവിലെ കണ്ടാലോ? അയ്യോ, അപ്പൊ ഓഫീസ്? ഒരു ദിവസം ലീവ് എടുക്കും സാർ. ഗിറ്റാറിന്മാരിൽ ഇത്ര കമ്പി. ചേച്ചി വേഗം കഴിക്കാൻ സമയം. അപ്പ പോയല്ലോ. ചോറും പാത്രം ഇല്ലാതെയോ? ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അച്ചായ, എന്താ മോനെ ലേറ്റ് ആയോ? അച്ചായ. സോറി, പെട്ടെന്ന് പഞ്ചായത്ത് റെജി വിളിച്ചേ. രാവിലെ മിനിസ്റ്ററുടെ അതോർത്ത് പെട്ടെന്ന് ഞാൻ ധൃതിയിൽ ഇറങ്ങിയപ്പോ. മിനിസ്റ്റർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ചോറ് മറന്നിട്ടില്ല. അത് പെട്ടെന്നല്ലേ, പോട്ടെ. നമ്മുടെ സെലിന്റെ മോൾക്ക് പാട്ട് പഠിക്കണമെന്നും പറഞ്ഞ് ഒരേ ബഹളം. അവസാനം ലൂക്കോച്ചിന് എവിടെന്നോ ഒരാളെ കൊണ്ടുവന്നതാ. ഇവളെ വളയ്ക്കാൻ ഞാൻ കഷ്ടപ്പെടും, കുറേയേറെ കഷ്ടപ്പെടും. ഒന്ന് മതി. ഇത് നിന്റെ ചേച്ചിക്ക് കൊടുക്കാനാടാ? അതാ പറഞ്ഞ ഒന്ന് മതിന്ന്. കുപ്പന്റെ കയ്യിൽ മേടിക്കുന്നു. വേണ്ട, നാളെ അളിയനാ വേണ്ടതാ.
എത്തിയോ എത്തിയില്ല, ഞാൻ വെയിറ്റ് ചെയ്യാ. രാവിലെ ആകെപ്പാടെ ചളമായടാ. എന്തു പറ്റി? എന്തായാലും ജോലിയായിട്ട് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കണം. അതിനിടെ ആനിയമ്മയുടെ ബീൻസ് തോരനും ചമ്മന്തിയും ചുവന്നുകൊണ്ട് നടക്കണ്ടല്ലോ എന്ന് കരുതി എടുക്കാതെ ഞാൻ ചാടി. ആ, കോളനിക്ക് പുറത്തിറങ്ങും മുമ്പ് ആനിയമ്മ ഓടിച്ചിട്ട് പിടിച്ചേൽപ്പിച്ചു. ഇതാണ് അച്ചായന്റെ കുഴപ്പം. കള്ളം പറയാനും അറിയത്തില്ല. പഞ്ചായത്ത് ഓഫീസിൽ ഉച്ചയ്ക്ക് ആരുടെങ്കിലും ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പറയായിരുന്നോ? ഇക്കാര്യത്തിൽ നിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അല്ല, എന്താണ് പ്രോഗ്രാം? കാണണം, എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ച് സംസാരിക്കണം, ഭക്ഷണം കഴിക്കണം, പിരിയണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ആകെപ്പാടെ ഒരു വെപ്രാളവും പരവേശവും. മുട്ടിടിച്ചു തുടങ്ങി. അച്ചായ, ഒരുമാതിരി കൈ വന്ന ജോലിയെ തട്ടിക്കളയരുത്. എടാ, നമ്മുടെ രവി അങ്കിൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? രവിയെങ്കിലോ? അത് ഇവിടുന്ന് 11:30 വരുമെന്ന് പറഞ്ഞ ഒന്നങ്ങോട്ട് വിളിച്ചു നോക്കാം. ഹലോ, I'm Augustine. Who are you? Hello? Hello? എന്തായി? കുഴപ്പമായടാ, മൊത്തത്തിൽ കുഴപ്പമായി. എന്തുപറ്റി? അവളുടെ ഭർത്താവ് ഫോൺ എടുത്തു. അയ്യോ, എന്നിട്ട്? ഞാൻ ഫോൺ കട്ട് ചെയ്തു. അയാളെ ചേട്ടനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക, എന്താ ചെയ്യണ്ടേ? എടുക്കണ്ട. അല്ലെങ്കിലും ഈ ഭർത്താക്കന്മാര് തെണ്ടികള് ഭയങ്കര ശല്യമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്നാ പിന്നെ കറങ്ങിക്കാതെ പഞ്ചായത്തിൽ പോ. അനിയമ്മയുടെ ചോറെങ്കിലും കളയണ്ട. അത് ശരിയാ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകല്ലേ? ആ